ഹായ് ഡിയർ സ്റ്റുഡൻസ്, റോബോട്ടിക്സിൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് റോബോട്ടിക്സ് എന്നും അതിൻ്റെ ഒരു ഇൻട്രഡക്ഷനും ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ ഫസ്റ്റ് ജനറേഷൻ ആൻഡ് സെക്കൻഡ് ജനറേഷൻ റോബോട്ടുകളെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റോബോട്ടിൻ്റെ അനാട്ടമി, ഒരു റോബോട്ട് എന്ന് പറയണമെങ്കിൽ ബേസിക്കലി അതിനുണ്ടാവേണ്ട സ്ട്രക്ചർ എന്താണ് വേണ്ടത്, അതാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോബോട്ട് സ്കെലറ്റന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആ സ്കെലറ്റനെ പറയുന്ന മറ്റൊരു പേരാണ് മാനിപ്പുലേറ്റർ. മാനിപ്പുലേറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ്, ലിങ്ക്, ജോയിൻറ്റ്, അതുപോലെ ആമിൻ്റെ എൻഡ് വരെയുള്ള ഭാഗങ്ങളാണ് മാനിപ്പുലേറ്ററിൽ വരിക. ഇനി ആ എൻഡ് ഓഫ് ദ ആമിനകത്ത് അവിടെയാണ് റിസ്റ്റ് വരുന്നത്. റിസ്റ്റ് അതുപോലെ തന്നെ ഗ്രിപ്പേഴ്സ്, റിസ്റ്റും ഈ മാനിപ്പുലേറ്ററിനകത്ത് ഉൾപ്പെടും. എൻഡ് ഓഫ് ദ റിസ്റ്റിൽ വരുന്ന ടൂൾസ്, ആ ടൂൾസാണ് എൻഡ് എഫക്റ്റർ എന്ന കാറ്റഗറിയിൽ വരുന്നത്. റിസ്റ്റും എൻഡ് ഓഫ് ദ ആമിൽ വരുന്ന റിസ്റ്റും മാനിപ്പുലേറ്ററിൽ ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ മാനിപ്പുലേറ്റർ പ്ലസ് എൻഡ് എഫക്റ്റർ ആണ് ഒരു റോബോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ജോയിൻറ്റ്സ് ആൻഡ് ലിങ്ക്സ് എന്താണെന്ന് പറയുന്നുണ്ട്. ദ മാനിപ്പുലേറ്റർ ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ റോബോട്ട് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ജോയിൻറ്റ്സ് ആൻഡ് ലിങ്ക്സ്. എ റോബോട്ടിക് ജോയിൻറ്റ് പ്രൊവൈഡ്സ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു ലിങ്ക്സ് ഓഫ് ദ റോബോട്ട്. ഈച്ച് ജോയിൻറ്റ് ഓർ ആക്സിസ് പ്രൊവൈഡ്സ് എ സർട്ടൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് മോഷൻ. റോബോട്ട് ജോയിൻ്റ് എന്തിനാണെന്നുള്ളതാണ് പറഞ്ഞത്, റിലേറ്റീവ് മോഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ്. രണ്ട് ലിങ്കുകൾക്കിടയിൽ ആണല്ലോ ഒരു ജോയിൻ്റ് വരിക. അപ്പോൾ അവകൾക്കിടയിൽ വരുന്ന റിലേറ്റീവ് മോഷന് വേണ്ടിയിട്ടാണ് ജോയിൻ്റ് ഉള്ളത്. അപ്പോൾ ജോയിൻറ്റുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പലതരത്തിലുള്ള മോഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ രണ്ട് ലിങ്കുകളും ഒരു ജോയിൻറ്റും ഉണ്ടെങ്കിൽ ആ ജോയിൻ്റ് ഏത് ടൈപ്പാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു രണ്ട് ലിങ്കും ഒരു ജോയിൻറ്റുമുള്ള റോബോട്ടിനെ ഡിഫറെൻറ്റ് മോഷൻസ് പോസിബിൾ ആക്കാൻ പറ്റും. അങ്ങനെ എത്ര വെറൈറ്റീസ് മോഷൻസ് അവൈലബിൾ ആണ് അതിൻ്റെ കൗണ്ടിനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ഒരു ഈ പറയപ്പെട്ട റോബോട്ടിന് ഒരു തരത്തിലുള്ള മോഷൻ മാത്രമേ കിട്ടുള്ളൂ. ഡിഗ്രി ഓഫ് മോഷൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് മോഷൻസ് അവൈലബിൾ ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. In most of the cases, only one degree of freedom is associated in each joint. Therefore, the robot's complexity can be classified according to the total number of degrees of freedom they possess. Each joint is connected to two links, an input link and an output link. ഓക്കെ, അപ്പോൾ ഈച്ച് ജോയിൻറ്റ് ഈസ് കണക്റ്റഡ് ടു ടു ലിങ്ക്സ്, ആൻഡ് ഇൻപുട്ട് ലിങ്ക് ആൻഡ് ഔട്ട്പുട്ട് ലിങ്ക്. അതായത് ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്, ഇതാണ് ലിങ്ക്, ഇത് അടുത്തൊരു ലിങ്കാണ്. അവകൾ തമ്മിൽ ഒരു ജോയിൻറ്റ് വെച്ചിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിനെന്ത് വിളിക്കും, ഇൻപുട്ട് ലിങ്ക് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ഔട്ട്പുട്ട് ലിങ്ക് എന്ന് വിളിക്കാം. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ലിങ്ക് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞത്. ഓക്കെ, then what is a robot link? A robotic link is the rigid component of the robot manipulator. Rigid component ആണ് ലിങ്ക് എന്ന് പറഞ്ഞാൽ. മോസ്റ്റ് ഓഫ് ദ റോബോട്ട്സ് ആർ മൗണ്ടഡ് അപ്പോൺ എ സ്റ്റേഷനറി ബേസ് സച്ച് ആസ് ഫ്ലോർ. ഫ്രം ദിസ് ബേസ് a joint link numbering scheme may be recognized as shown in figure as like here. ഇവിടെ നമ്മൾ നമ്പറിങ് ചെയ്യുന്നുണ്ട്, ലിങ്കിന് ജോയിൻറ്റിന് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ കാണാം ലിങ്ക് 0, ഇവിടെ ലിങ്ക് 1, ദെൻ ലിങ്ക് 2. അതുപോലെ ജോയിൻറ്റിന് നമ്മൾ പേരിടുന്നു, ജോയിൻറ്റ് 1, ജോയിൻറ്റ് 2, അങ്ങനെ ജോയിൻറ്റ് നമ്പറിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് മുതലാണ് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പോൾ ഇതാണ് അബൌട്ട് ജോയിൻറ്റ്സ് ആൻഡ് ലിങ്ക്സ്. നെക്സ്റ്റ് അവർ ടോപ്പിക് ഇസ് വാട്ട് ആർ ദ ആക്സസറീസ് ഓഫ് റോബോട്ട്. ആക്സസറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോണിൻ്റെ ആക്സസറീസ്, നമ്മൾ ഫോൺ എന്ന് പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ ആണല്ലോ നമ്മൾ, പിന്നെ ഈ ആക്സസറീസ് ഇല്ലെങ്കിലും ഫോൺ വർക്ക് ചെയ്യും അല്ലേ. പല ആക്സസറീസും ചിലതിന് അതിന് നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതുമാണ്. അപ്പോൾ ഇനി അതിനോട് റിലേറ്റ് ആയിട്ട് വരുന്ന ടൂൾസിനെയാണ് ആക്സസറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്സസറീസ് ഏതൊക്കെയാണ്, അതിൽ നമ്മുടെ നമ്പർ കൊടുത്തതിൽ തെറ്റിയുണ്ട്. ഒന്ന് ആക്ച്വേറ്റേഴ്സ്. ആക്ച്വേറ്റർ എന്ന് പറയുമ്പോൾ എന്താ ആക്ച്വേറ്റർ, വാട്ട് ആർ ദ ആക്ച്വേറ്റേഴ്സ്? This is the element that is designed to turn some kind of energy into mechanical force or movement. Robotic actuators are typically electrical, hydraulic or pneumatic. Common examples include DC motors, stepper motors, servo motor, pneumatic cylinders and hydraulic cylinders. Actuators are the muscles of the manipulators. ഓക്കെ, അപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ സ്കെൽട്ടൺ, നമ്മുടെ ബോഡി മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് മസിൽസ് ആവശ്യമാണ്. ഒരാളുടെ മസിൽ വീക്കാണെങ്കിൽ അയാൾക്ക് മൂവ്മെൻറ്റിന് കഴിയില്ല. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ മസിൽസ് ചെയ്യുന്ന ധർമ്മമാണ് റോബോട്ട് സ്ട്രക്ചറിൽ ആക്ച്വേറ്റേഴ്സിനുള്ളത്. അപ്പോൾ ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദീസ് ആർ ദ മസിൽസ് ഓഫ് ദ മാനിപ്പുലേറ്റേഴ്സ്. അപ്പോൾ പിന്നെ ലിങ്ക്സ് ആൻഡ് ജോയിൻസിന് മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള എനർജി കൊടുക്കുന്നത് ആക്ച്വേറ്റേഴ്സാണ്. അപ്പോൾ മെക്കാനിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ് ആക്ച്വേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്, ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്, ഇവിടെ വേറൊരു ലിങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലിങ്കിനെ ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനൊരു എനർജി പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് ആ എനർജി എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം? അതിന് നമുക്ക് ഇവിടെ സപ്പോസ് എന്തെങ്കിലും മോട്ടേഴ്സ് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യണം. സംതിങ് DC മോട്ടർ, സ്റ്റെപ്പർ മോട്ടർ, അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ട് ഇവകളെ തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോഴാണ് ആ മോട്ടർ ഓൺ ചെയ്യുമ്പോഴാണ് ഈ ലിങ്ക് എന്ത് ചെയ്യുന്നത്, കറസ്പോണ്ടിങ് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, ഇത് ഈ റോബോട്ടിൻ്റെ ലിങ്ക്സ് ആൻഡ് ജോയിൻസിന് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസിൽ സിസ്റ്റമാണ് ആക്ച്വലി ഈ ആക്ച്വേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ച്വേറ്റേഴ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ച്വേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഹൈഡ്രോളിക്, പിന്നെ അതുപോലെ ന്യൂമാറ്റിക്. ഹൈഡ്രോളിക് എന്ന് പറയുമ്പോൾ അതിൽ ലിക്വിഡാണ് യൂസ് ചെയ്യുക. നമ്മളെ ബസ്സിൻ്റെ ഡോർ സിസ്റ്റംസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡ്രൈവറുടെ അടുത്ത് നിന്ന് ചെറിയൊരു പുഷ് ബട്ടൺ നിൽക്കി കഴിയുമ്പോൾ തന്നെ ഡോർ ഓൺ ചെയ്യുന്നതും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ആക്ച്വലി ഹൈഡ്രോളിക് അല്ലെങ്കിൽ ന്യൂമാറ്റിക് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ന്യൂമാറ്റിക് എന്ന് പറയുമ്പോൾ എയറാണ് അതിൻ്റെ എനർജി ട്രാൻസ്ഫർ മീഡിയമായിട്ട് യൂസ് ചെയ്യുക. അതേസമയം ഇലക്ട്രിക്കൽ ഡ്രൈവ്സിൽ വരുന്നതാണ് സ്റ്റെപ്പർ മോട്ടർ, സെർവോ മോട്ടർ, DC മോട്ടർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ആക്ച്വേറ്റേഴ്സ് ആണ് ഒന്നാമത്തെ ആക്സസറീസ്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് ആക്സസറീസ് ആർ സെൻസേഴ്സ്. ഒരു റോബോട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ് ആവശ്യമാണ് അല്ലേ. സെൻസേഴ്സ് എത്രത്തോളം സെൻസേഴ്സ് ഉണ്ട് അതിനനുസരിച്ചിട്ട് അത് അത്രയും സ്മാർട്ടാവും, ഇൻ്റലിജൻ്റ് ആവും എന്നുള്ളതാണ്. Sensors provides a robot with information about its own internal state and about its environment state. റോബോട്ടിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളും സെൻസ് ചെയ്യണം, അതുപോലെ അതിൻ്റെ ഹീറ്റ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ എൻവയോൺമെൻറ്റ്, സറൗണ്ടിങ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും ഗ്യാദർ ചെയ്യാനാണല്ലോ നമ്മൾ സെൻസേഴ്സ് ഉപയോഗിക്കുന്നത്. സെൻസേഴ്സ് ദാറ്റ് മെഷേഴ്സ് ഓർ ഡിറ്റക്ട് ഈച്ച് ദ ഫോളോവിങ് ആർ കോമൺ ഇൻ റോബോട്ടിക്സ്: പൊസിഷൻ, പ്രോക്സിമിറ്റി, ഡിസ്റ്റൻസ്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷറിങ് ഒബ്ജക്ട്സ് ആണ്. അതൊക്കെ മെഷർ ചെയ്യാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ് ആവശ്യമാണ്. പൊസിഷൻ സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ടിൽറ്റ്, മൂവ്മെൻറ്റ്, ആക്സലറേഷൻ, ഫോഴ്സ്, ടെമ്പറേച്ചർ, കളർ, ലൈറ്റ്, നോൺ വിസിബിൾ ലൈറ്റ്, സൗണ്ട്, അൾട്രാസൗണ്ട്,
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെൻസ് ചെയ്യാം. ദ മെഷേർഡ് പ്രോപ്പർട്ടി മേ ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ആൻ അനലോഗ് ഓർ ഡിജിറ്റൽ ഔട്ട്പുട്ട് വോൾട്ടേജ് സിഗ്നൽ ഓർ സംടൈംസ് into a variable resistance or capacitance. ഓക്കെ, സെൻസർ ചെയ്തിട്ടുള്ള വാല്യൂസ് ഡിജിറ്റൽ ഓർ അനലോഗ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ ഫോർമാറ്റിലായിരിക്കാം, അല്ലെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഫോർമാറ്റിൽ. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സെൻസർ. അതിൻ്റെ വാല്യൂ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സെൻസേഴ്സ് പ്രധാനപ്പെട്ട റോബോട്ടിൻ്റെ ആക്സസറീസ് ആണ്. ദെൻ നെക്സ്റ്റ് ആക്സസറിയാണ് പ്രോസസ്സർ. പ്രോസസ്സർ ഉണ്ടെങ്കിൽ ഇതെല്ലാം സെൻസേഴ്സും റോബോട്ടിൻ്റെ എല്ലാ കാര്യങ്ങളെയും മോട്ടേഴ്സ് all components of the robot can join to the processor. ഓക്കെ, പ്രോസസ്സറിനകത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്യും, അതിനനുസരിച്ചിട്ടാണല്ലോ ഓരോ സെൻസേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോറാണ്. അറ്റ് റൺ ടൈം ഓൾ decision making regarding the desired state of the actuator is done by the processor, which receives input from the robot sensors. In all the systems we implement in the robotics lab, this function is served by PIC microcontroller. Normally PIC microcontroller ആണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ PIC microcontroller ഇല്ലെങ്കിലും PIC microcontroller is an embedded processor. സ്മോൾ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ആയിട്ടുള്ള റോബോട്ട്സ് ഒക്കെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാം. അപ്പോൾ റോബോട്ടിൻ്റെ സെൻസേഴ്സിൽ നിന്നും ഗ്യാദർ ചെയ്യുന്ന ഇൻഫോർമേഷനെ പ്രോസസ്സ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഉള്ള ഔട്ട്പുട്ട്സ് പ്രൊവൈഡ് ചെയ്തു കൊടുക്കാനുള്ള ഇൻഫോർമേഷൻ കൊടുക്കലാണ് പ്രോസസ്സേഴ്സിൻ്റെ ഫങ്ഷൻ. ദെൻ സോഫ്റ്റ്വെയർ. റോബോട്ട് കാണുമ്പോൾ നമുക്ക് റോബോട്ട് ഒരു കുറേ ഹാർഡ്വെയർ യൂണിറ്റ് ആണെങ്കിലും അതിൻ്റെ ഇൻറ്റേർണലി എല്ലാ ഹാർഡ്വെയർസും കണക്ട് ചെയ്യുന്ന പ്രോഗ്രാമിങ്ങിലൂടെയാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. A critical component of most modern robotic system is the software that runs on the processor, since it is this which defines the behavior of the robot. Okay, then അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പിന്നെ റോബോട്ട് ആക്സസറീസിനകത്ത് വരുന്നത്. ഇനി ഇതല്ലാണ്ട് നമുക്ക് കുറേ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വൈഡ്നെസ് ഓഫ് ദ റോബോട്ട്. Then next our topic is robotic characteristics. റോബോട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, പ്രത്യേകതകൾ, അതിൻ്റെ ചില ടേംസ് അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് ഒന്നാമതാണ് വർക്ക് സ്പേസ്. വാട്ട് ഈസ് വർക്ക് സ്പേസ്? വർക്ക് സ്പേസ് എന്ന് പറയുമ്പോൾ റോബോട്ട്സ് വർക്ക് സ്പേസ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ദ റോബോട്ട് ക്യാൻ റീച്ച്. അതായത് ഇപ്പം ഞാനിവിടെ ഒരു സിമ്പിളി ഒരു ജോയിൻറ്റും രണ്ട് ജോയിൻറ്റുകൾ വെച്ച് റോബോട്ട് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇത് ഫിക്സ്ഡ് ആണ്, സപ്പോസ് ഇത് ഫിക്സ്ഡ് ആണ്, ഇതാണ് ഇവിടെ മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിവിടെ ഫിക്സ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ, ഇതിവിടെ ഗ്രൗണ്ടിൽ ഫിക്സ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എൻഡ് റോബോട്ടിൻ്റെ ഈ എൻഡ് ഇത് നമ്മൾ പരമാവധി എങ്ങോട്ടൊക്കെ മൂവ് ചെയ്താലും കിട്ടുന്ന ഓരോ പോയിന്റുകളുണ്ടാവും. പരമാവധി ഇതിൻ്റെ പിന്നെ ഈ റോബോട്ടിൻ്റെ മൂവ്മെൻറ്റ് ഉൾപ്പെടുന്ന മുഴുവൻ പോയിന്റുകളെയും ഉൾക്കൊള്ളുന്ന ഒരു 3 ഡയമെൻഷണൽ സ്പേസിനെയാണ് വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. അതിനകത്തായിരിക്കും ആ റോബോട്ടിൻ്റെ മുഴുവൻ ആക്ഷൻസും വരുന്നത്. ഓക്കെ, അതാണ് പിന്നെ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. Robot's workspace is the total volume swept out by the end effector as the manipulator executes all possible motions. The shape of the workspace dictates the applications for which each design can be used. This demonstration lets you load several robot designs to compare their workspaces. You can set the position and range for each joint using sliders. This demonstration creates a serial-link robot arm with 3 joints. That means it has 3 degrees of freedom, and displays the robot workspace, which is the volume swept out by the end effector as the manipulator executes all possible motions. In this demonstration, you can manipulate each joint using the sliders and select from a Now the shape of the workspace clarity. Now in general, it's difficult in Mathematica to
area along their full range. Encourage you to explore it for yourself. You can play with this demonstration by following the area along their full ranges. അപ്പോൾ അതാണ് വർക്ക് സ്പേസ്. അത് റോബോട്ടിൻ്റെ ആക്ഷൻസ് വരുന്ന ഏരിയയെ നമുക്കൊരു 3 ഡയമെൻഷനിൽ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു 3D സ്പേസിനെയാണ് വർക്ക് സ്പേസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ദ റോബോട്ട് ക്യാൻ റീച്ച്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റീച്ച് എന്നുള്ളത്. എന്താ റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ മാക്സിമം ഡിസ്റ്റൻസ് ദാറ്റ് എ റോബോട്ട് ക്യാൻ റീച്ച് വിത്തിൻ ഇറ്റ്സ് വർക്ക് സ്പേസ് എൻവലപ്പ്. ഒരു വർക്ക് സ്പേസ് എൻവലപ്പിനകത്ത് റോബോട്ടിന് പിന്നെ മാക്സിമം റീച്ച് ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസിനെയാണ് റീച്ച് എന്ന് പറയുന്നത്. സപ്പോസ് പിന്നെ ഒരു മാനിപ്പുലേറ്ററിനെ സംബന്ധിച്ചിടത്തോളം, ഒരു റോബോട്ട് മാനിപ്പുലേറ്റർ ആണെങ്കിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പക്ഷേ ഇതിൻ്റെ മാനിപ്പുലേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വർക്ക് സ്പേസ് പല ഷേപ്പുകളിലായിരിക്കും വരിക. സപ്പോസ് ഇതാണ് ഒരു വർക്ക് സ്പേസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഈ വർക്ക് സ്പേസിനകത്ത് ഓരോ ചില പോയിന്റുകളിലേക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ചില സ്ഥലങ്ങളിലേക്ക് ഇതിന് ഇവിടുന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എൻഡ് എഫക്ടറിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ എൻഡ് എഫക്ടറിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്കും പല ഡിസ്റ്റൻസുകളാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ വർക്ക് സ്പേസിനകത്ത് ഒരു റോബോട്ടിൻ്റെ എൻഡിന് റീച്ച് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് വരുന്ന ആ ഒരു വാല്യൂ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? റീച്ച് എന്ന് വിളിക്കുന്നത്. Then payload. What is payload? What is payload? Payload, a robot's payload is the maximum weight that it can carry. ഒരു റോബോട്ടിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെയിറ്റിനെയാണ് പേലോഡ് എന്ന് വിളിക്കുന്നത്. ദെൻ പ്രിസിഷനും അക്യുറസിയും രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. അക്യുറസി ഇവിടെ വരുന്നുണ്ട്. ദെൻ പ്രിസിഷൻ, this describes how precisely the end effector can be positioned at a specified point. It depends on several factors including gearing, the resolution of its actuators and the resolution of its position feedback sensors. Precision എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ സപ്പോസ് ഇപ്പോൾ ഒരു റോബോട്ടിൻ്റെ നേരത്തെ വരച്ച പോലെ തന്നെ 2 ജോയിൻറ്റുകൾ 2 ലിങ്കുകൾ ഈ റോബോട്ടിനെ കൊണ്ട് നമുക്ക് സപ്പോസ് അല്ലെങ്കിൽ ഇനി ഇവിടെ ഒരു ജോയിൻ്റ് ഒരു ലിങ്ക് കൂടെ എക്സ്ട്രാ ഉണ്ട് വിചാരിക്കും. ഇതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ ഇതിൻ്റെ ബേസ് സ്റ്റേഷനിൽ നിന്ന് നമുക്കൊരു 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലോട്ട് മൂവ് ചെയ്യണം എന്ന് വിചാരിക്കുക ഈ എൻഡ് എഫക്ടറിനെ. അപ്പോൾ അത് കറക്റ്റായിട്ട് 5 സെൻറ്റിമീറ്ററിൽ തന്നെയാണോ എത്തുന്നത്, അതല്ല 4.9-ലാണോ, അതല്ല 5.1-ൽ വരുന്നുണ്ടോ, നമ്മൾ ഡിസൈൻ ചെയ്ത വാല്യൂയിലേക്ക് കറക്റ്റായിട്ട് ഇതിന് എത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതിൻ്റെ കാൽക്കുലേഷനാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. This describes how precisely the end effector can be positioned at a specified point. അപ്പോൾ നമുക്കൊരു സ്പെസിഫൈഡ് പോയിന്റിൽ നമുക്ക് എൻഡ് എഫക്ടറിനെ റോബോട്ടിൻ്റെ എൻഡ് എഫക്ടറിനെ റീച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടോ, എത്രത്തോളം പ്രിസൈസ്ലി റീച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നതിനെയാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു റോബോട്ട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ചെയ്തതിൻ്റെ ശേഷം ആദ്യത്തെ 10-15 തവണ ഒക്കെ കറക്റ്റായിട്ട് കിട്ടിക്കോളാം. പിന്നീട് ചിലപ്പോൾ അതിൻ്റെ ബെൽറ്റുകൾ അതുപോലെ ഗിയർ സിസ്റ്റംസ് കേടുവരിക, തേയ്മാനം സംഭവിക്കുക, കൊറോഷൻ വരിക, അതുപോലെ മോട്ടേഴ്സ് സ്റ്റെപ്പർ മോട്ടർ ഇതിൻ്റെ ആക്ച്വേറ്റർ സിസ്റ്റം വീക്കാവുക, ഇത് കാരണമൊക്കെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഇതിന് എത്താൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം, പ്രിസിഷൻ കുറവാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് പല ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. ദെൻ റിപ്പീറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ആ വേർഡിൽ തന്നെ ഉണ്ട്. റോബോട്ടിനെ കൊണ്ട് ഒരു ടാസ്ക് എത്ര തവണ റിപ്പീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതിനാണ് റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത്. ചിലത് ഒരു 1000 തവണ, ഒരു ഉദാഹരണത്തിന് ഒരു 1000 തവണ ഒരു ടാസ്ക് ചെയ്തപ്പോൾ റോബോട്ട് കറക്റ്റായിട്ട് ചെയ്തു. അതേസമയം 1001 ചെയ്തപ്പോഴത്തേക്കും അത് വീക്കായി. അപ്പോൾ ഒരു റിപ്പീറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ എത്രത്തോളം നമുക്കത് ചെയ്യാൻ കഴിയുന്നുണ്ട്, അക്യുറേറ്റായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. This describes how accurately the end effector can be positioned at the same point many times. When a robot which has high repeatability and low precision is directed to a specific point, there may be a significant error, but the same error will be present each time the robot is directed back to the same point. Conversely,
When a robot with low repeatability is directed to the same point over and over again, it may exhibit a different error each time. The next robot characteristics is the accuracy. അക്യുറസിയും നേരത്തെ പറഞ്ഞു, പ്രിസിഷനും ദാറ്റ് ഈസ് രണ്ടും ഏകദേശം സിമിലർ ആണ്. ബട്ട് അക്യുറസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എററിൻ്റെ ഫോർമാറ്റിലാണ്. അക്യുറസി ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിക്വസ്റ്റഡ് ടാസ്ക് ആൻഡ് ദ ഒബ്റ്റെയിൻഡ് ടാസ്ക്. ഓക്കെ, accuracy can be defined as the ability of robot to position in its wrist and at a designed to position its wrist end, that is end effector, at a desired target point within its reach. The accuracy of robot is affected by many factors. For example, when the arm is fully stretched out, the mechanical inaccuracies tend to be larger because the loads tend to cause deflection. നേരത്തെ പറഞ്ഞ പ്രിസിഷൻ റിലേറ്റഡ് ആയ കാര്യം തന്നെയാണ്. ബട്ട് അക്യുറസി മെഷർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് it is the difference between the requested task and the obtained task. നമുക്ക് എന്താണോ നമുക്ക് വേണ്ടിയിരുന്നത്, എന്താണ് നമുക്ക് കിട്ടിയത്, ഇത് രണ്ടും തമ്മിലൊരു ഡിഫറൻസ് ആണ്. വാട്ട് വി ആർ റിക്വസ്റ്റഡ്, വാട്ട് വി ഹാവ് ഒബ്റ്റെയിൻഡ്, ഇത് രണ്ടിൻ്റെയും ഡിഫറൻസിനാണ് അക്യുറസി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ റോബോട്ട് എൻഡ് എഫക്ടറിനെ 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലോട്ട് മൂവ് ചെയ്യണമെന്ന് വിചാരിച്ചു. ദാറ്റ് ഈസ് അവർ റിക്വസ്റ്റഡ് ടാസ്ക്. പക്ഷേ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത് 4.9 ആണ്. അപ്പോൾ ഇവ തമ്മിലൊരു 0.1 ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസിനെയാണ് അക്യുറസി ആയിട്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് റോബോട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ദെൻ നെക്സ്റ്റ് അവർ ടോപ്പിക് ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.